നമസ്കാരം. കൈവിട്ടുപോയി ഇനി ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചൊരു ആഗ്രഹം തിരികെ പിടിക്കാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അസാധ്യമായതിനെ സാധ്യമാക്കാൻ സഹായിക്കുന്ന ഒരു പുരാതന ഹവായൻ രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ശാസ്ത്രം പോലും ഇതിനെ വളരെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഒന്നും ആലോചിച്ച് നോക്കിക്കേ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ചിലപ്പോൾ അത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പിരിഞ്ഞുപോയ ഒരു ബന്ധം, എത്ര ശ്രമിച്ചിട്ടും കിട്ടാത്തൊരു ജോലി, അങ്ങനെ എന്തെങ്കിലും. ഇനി ഇതൊന്നും ശരിയാവില്ല എന്ന് മനസ്സുമടുത്തിയിരിക്കുകയാണോ നിങ്ങൾ? ശരിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞുപോയി എന്ന് നമ്മൾ വിചാരിക്കും. ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്ന് നമ്മൾ ഉറപ്പിക്കും. പക്ഷേ ഒരു മിനിറ്റ്, അത്ര പെട്ടെന്ന് പ്രതീക്ഷ കൈവിടണ്ട. കാരണം യഥാർത്ഥ പ്രശ്നം ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നതായിരിക്കില്ല. അപ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ തടസ്സമെന്താണ്? അതിൻ്റെ ഉത്തരം കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടുപോകും. നമ്മളെപ്പോഴും വിചാരിക്കും നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം പുറത്തുള്ള ആൾക്കാരോ സാഹചര്യങ്ങളോ ഒക്കെയാണെന്ന്, അല്ലേ? പക്ഷേ സത്യം അതല്ല. യഥാർത്ഥ ശത്രുക്കൾ പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിവെച്ച ചില തടസ്സങ്ങൾ. നമ്മുടെ പഴയ അനുഭവങ്ങളില്ലേ, ചില പേടികൾ, എനിക്കൊന്നിനും കഴിയില്ല എന്നൊക്കെയുള്ള തോന്നലുകൾ, ഇതെല്ലാം കൂടി നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു വലിയ മതില് പോലെയാണ്. വെറുതെ നമ്മൾ ചിന്തിച്ചതുകൊണ്ടൊന്നും ആ മതില് പൊളിക്കാൻ പറ്റില്ല. അപ്പോ ഈ മതിലെങ്ങനെ തകർക്കും? അവിടെയാണ് ഹോഗോപ്പൊനൊപ്പൊനോ എന്ന ആ ഒരു പുരാതന ഹവായൻ രീതി നമുക്ക് സഹായത്തിനെത്തുന്നത്. അതൊരു താക്കോല് പോലെയാണ്. ഈ വാക്കിന്റെ അർത്ഥമെന്താണെന്നറിയോ? തെറ്റുകൾ തിരുത്തുക എന്ന്. പണ്ടൊക്കെ ഹവായിൽ ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഇതിനെപ്പറ്റി ലോകമറിയുന്നത് ഡോക്ടർ ഇഹലിയാക്കാല ഹ്യൂലെൻ എന്ന ഒരാളിലൂടെയാണ്. അദ്ദേഹം ഒരു മാനസികാരോഗ്യ ആശുപത്രിയിലെ കുറ്റവാളികളെ മുഴുവൻ, അവരെ നേരിട്ട് കാണുക പോലും ചെയ്യാതെ അവരുടെ ഫയലുകൾ മാത്രം നോക്കി ഈ ഒരു വിദ്യ ഉപയോഗിച്ച് സുഖപ്പെടുത്തി എന്നൊരു ഫേമസ് കഥ തന്നെയുണ്ട്. ഇതൊരു കാര്യം നമ്മൾ ഉറപ്പായിട്ടും മനസ്സിൽ വെക്കണം. ഇതൊരു മാജിക്കോ മന്ത്രവാദമോ ഒന്നുമല്ല. ഇത് പക്ക സൈക്കോളജിയാണ്. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ബ്ലോക്കുകൾ മാറ്റുമ്പോൾ നമ്മളും ഈ പ്രപഞ്ചവും തമ്മിലുള്ള കണക്ഷൻ സ്ട്രോങ് ആകും. അപ്പോൾ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായാലും അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അതാണ് ഇതിന് പിന്നിലെ ആശയം. ശരി, അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? സംഭവം സിമ്പിളാണ്, പക്ഷേ നല്ല ശ്രദ്ധ വേണം. നിങ്ങൾ ഒരുപാട് സമയമൊന്നും ഇതിനുവേണ്ടി മാറ്റിവെക്കേണ്ട. ദിവസത്തിൽ വെറും 5 മിനിറ്റ്. എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് കണ്ടെത്താലോ, അല്ലേ? അപ്പോൾ ഈ 5 സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ കാര്യം, നല്ല ശാന്തമായ ഒരു സ്ഥലം, ഒരു സമയം കണ്ടുപിടിക്കുക. 2, നമ്മുടെ തലയിലോടുന്ന 100 കൂട്ടം ചിന്തകളില്ലേ, അതൊന്ന് നിർത്തണം. അതിനായി കറങ്ങുന്ന എന്തെങ്കിലും ഒന്നിലേക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുക. മനസ്സൊന്ന് ഏകാഗ്രമാക്കാനാണിത്. 3ാമത്തെ സ്റ്റെപ്പ്, മനസ്സ് നല്ല കൂളായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിപ്പോൾ നടന്നോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ പറയണം. ഉദാഹരണത്തിന്, എനിക്ക് ജോലി കിട്ടി എന്ന്. 4ാമതായി, അത് കിട്ടിക്കഴിഞ്ഞാലുണ്ടാവുന്നൊരു സന്തോഷമില്ലേ, ആ ഒരു ഫീലിംഗ് അതിപ്പോൾ തന്നെ അങ്ങ് അനുഭവിക്കുക. ശരിക്കും ഫീൽ ചെയ്യണം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, 5ാമത്തത്, ഈ സമയമത്രയും മനസ്സിൽ ഹോ പോനോ പോനോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് എപ്പോൾ ചെയ്യണം എന്നതിലും ഒരു കാര്യമുണ്ട്. ഏറ്റവും നല്ല സമയം ഏതാണെന്നറിയോ? രാത്രി 10 മണിക്കും 12 മണിക്കും ഇടയിൽ. എന്തായിരിക്കും അതിന് കാരണം? അതിന് സയന്റിഫിക്കായൊരു കാരണമുണ്ട്. പകൽ സമയത്ത് നമ്മുടെ ബ്രെയിൻ ഫുൾ ആക്റ്റീവായിരിക്കും. അതിനെ ബീറ്റാ സ്റ്റേറ്റ് എന്നാ പറയുക. പക്ഷെ രാത്രി 10 മണി കഴിഞ്ഞ് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നതിന് തൊട്ടുമുൻപ് ബ്രെയിൻ ഒന്ന് റിലാക്സ്ഡ് ആവും. ആൽഫ അല്ലെങ്കിൽ തീറ്റ സ്റ്റേറ്റ് എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ ബോധമനസ്സ് വിശ്രമിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സ് ഫുൾ ഓപ്പൺ ആയിരിക്കും. ഇതിനെപ്പറ്റിയൊരു അടിപൊളി ഉപമയുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സ് നല്ലോണം വളക്കൂറുള്ള ഒരു മണ്ണ് പോലെയാണ്. ഈ ആൽഫ/തീറ്റ സ്റ്റേറ്റിൽ നമ്മൾ എന്ത് വിത്താണോ വിതയ്ക്കുന്നത്, അതായത് എന്ത് ആഗ്രഹമാണോ മനസ്സിൽ കൊടുക്കുന്നത്, അത് വളരെ പെട്ടെന്ന് ആ മണ്ണിൽ വേരുപിടിക്കും, നന്നായി വളരും. അത് പ്രപഞ്ചത്തിലേക്കുള്ള ഒരു പവർഫുൾ സിഗ്നലാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്? പിന്നെ ഇത് വർക്കാവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമുക്ക് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ നെഗറ്റീവ് ബ്ലോക്കുകളൊക്കെ ഇത് മാറ്റാൻ സഹായിക്കും. അതുപോലെ ബന്ധങ്ങൾ, പിണങ്ങിപ്പോയ ആൾക്കാരുമായി വീണ്ടും അടുക്കാൻ, തെറ്റിദ്ധാരണകൾ മാറാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കരിയർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടാനും നിങ്ങളുടെ ആത്മവിശ്വാസം കൂടാനും ഇത് സഹായിക്കും. പക്ഷേ ഇത് വർക്കാവണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. ശ്രദ്ധിച്ചോളൂ. 1, ഫുൾ കോൺസെൻട്രേഷൻ. ആ 5 മിനിറ്റ് വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. നിങ്ങളും നിങ്ങളുടെ ആഗ്രഹവും മാത്രം. 2, സംശയമേ പാടില്ല. ഇത് നടക്കുമോ എന്ന് 1% സംശയം വന്നാൽ പോലും അതിൻ്റെ പവർ പോയി. ഇത് നടക്കും, നടന്നു കഴിഞ്ഞു എന്ന് ഉറച്ച വിശ്വാസം വേണം. 3ാമത്തേത്, തുടർച്ച.
ഇതൊരു 21 ദിവസമെങ്കിലും തുടർച്ചയായി ചെയ്യണം. നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു പുതിയ കാര്യം പതിയാൻ അത്രയും സമയം വേണം. ഒരു കാര്യം മറക്കരുത്, ഇതിലെ ഏറ്റവും പവർഫുള്ളായ ഭാഗം ഇതാണ്. നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ പറയുമ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാലുള്ള ആ ഒരു സന്തോഷം, ആ ഒരു ഫീലിംഗ്, അത് ഇപ്പത്തന്നെ അനുഭവിക്കണം. ആ ഒരു തീവ്രമായ വികാരമാണ് ആകർഷണ നിയമത്തിലെ യഥാർത്ഥ ഇന്ധനം. അപ്പോ ചോദിക്കട്ടെ, നിങ്ങൾ ഈ മാറ്റത്തിന് റെഡിയാണോ? നിങ്ങളുടെ ജീവിതം മാറണമെന്ന് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് ഓർത്തോളൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ശക്തി പുറത്തൊരിടത്തുമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഹോപോനോപോനോ എന്ന് പറയുന്നത് ആ ശക്തിയെ ഉണർത്താനുള്ള ഒരു താക്കോൽ മാത്രമാണ്. ആ താക്കോൽ ഉപയോഗിച്ച് വിജയത്തിന്റെ വാതിൽ തുറക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോ ഇന്ന് രാത്രി തന്നെ തുടങ്ങിക്കോളൂ. മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും.